എന്നാൽ ഇമാം ഖദീർ ഇസ്ലാമിനെ എങ്ങനെ പിന്നെ മനസ്സിലാവുക? ഇത്രയും കറാമത്തും വിഷയങ്ങളൊക്കെ ദജ്ജാൽ എങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാർ പെട്ടുപോകും. ഇമാമതിന് എങ്ങനെ മനസ്സിലാവും? ആ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. എന്ത് ദാക്കിറെ കൽബി ആകണമെന്ന് പറയുന്നത്, ദിക്റെ കൽബ് ഹാസിലാക്കണം എന്ന് പറയുന്നത്, അതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തുദിമൻ അഗ്ഫൽനാ കൽബഹു അൻ ദിക്രിനാ. ഈ ആയത്ത് ആ വിഷയത്തിലേക്ക് വേണ്ടി വന്നതാണത്. അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയത്താണത്. കാരണം അവർക്ക് അറിയുന്നവർക്ക് ഇതിന്റെ ഹഖീഖത്ത് അറിയാം. പക്ഷെ അതിനു മുമ്പ് ഇതിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ഒരു മൊയ്ലിയർ ചോദിച്ചിട്ട് അത് വിമർശിക്കുന്നുണ്ട്. ഖുർആന്റെ ഏതൊരു ആയത്ത് ഇറങ്ങുമ്പോഴും അതിനൊരു കാരണമുണ്ട്, അത് ഹക്കാണ് എന്ന് വിചാരിച്ച് അതിലേക്ക് മാത്രമുള്ള സൂചനയല്ല അത്. എന്നിരുന്നാലും ഈ ആയത്ത് ഇറങ്ങിയ വിഷയം അതും ഇതോട് ബന്ധപ്പെട്ട തന്നെയാണ്. അള്ളാഹുവിന്റെ നബിയുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവരെ പേര് ഔലു സൂഫക്കാർ എന്നാണ്. ഈ ഔലു സൂഫക്കാരുടെ വിഷയത്തിലേക്കാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്, ഈ ആയത്ത് വന്നിട്ടുള്ളത്. ഔലു സൂഫക്കാർ മുഴുവൻ ദാക്കിറ കൽബികളായിരുന്നു, അള്ളാഹുവിനെ മാത്രം കാത്തിരിക്കുന്നവരായിരുന്നു. അവരുടെ സന്തോഷം എന്താണ്? പ്രദോഷത്തിലും പ്രഭാതത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ടുകൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കൂട്ടക്കാരുടെ വിഷയത്തിലാണ് ഈ ഹദീസ് വന്നത്, ഈ ആയത്ത് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ എല്ലാ സമയം പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ആളുകളും ഇസ്ലാം ദീന് പഠിക്കാൻ വേണ്ടി വരും. പ്രമാണികളായ ആളുകൾ, പണക്കാര്. അവർ വരുന്ന സമയത്ത് പല സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ പോയിരിക്കുന്ന കാരണം അവർ പിന്തിരിഞ്ഞു പോകും. കാരണം അവർ പ്രാകൃതരാണ്. അഹ്ലു സൂഫക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ മക്ക നിവാസികളുടെ കണ്ണിൽ പ്രാകൃതരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, സംസാരിക്കാൻ സാധിക്കാത്തവരാണ്. പ്രത്യേകിച്ച് അവരെ അടുത്ത് പോയിരിക്കുമ്പോൾ ദുർഗന്ധാണ്, വേർപ്പിന്റെ നാറ്റാണ്, കുളിക്കാത്തവരാണ്. ഒരുപാട് വിശേഷണങ്ങൾ അവർ കൽപ്പിച്ചിട്ടുണ്ട്. സഹാബത്തിലുള്ള പലരും അങ്ങനെ തന്നെ അവർ കണ്ടിരുന്നത്, അവർക്കൊന്നിനും പറ്റാത്തവരാന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഈ കംപ്ലൈന്റ് പറഞ്ഞ്, പണക്കാരും പ്രമാണിമാരും നേതാക്കളൊക്കെ അങ്ങനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും അവരെ കൂടെ പോയി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീൻ പഠിക്കാൻ സാധിക്കില്ല. ഇവർക്ക് ചെലവഴിക്കുന്ന സമയം പോലെ നിങ്ങൾ അവരെ കൂടെയും പോയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ്, ദീന് സ്പ്രെഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിയ്യത്തിൽ അവിടെ എഴുന്നേറ്റു. ആ സമയമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങിയ സമയം അള്ളാഹു തആലയുടെ കൽപ്പന എന്താണ്? അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ നബിയെ താങ്കൾ നഫ്സിനെ ശമിപ്പിക്കണം എന്നുള്ള കൽപ്പന ഉണ്ടായത്. അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി അവരോടുള്ള ഇഷ്ക് വർദ്ധിച്ചു. ആ കൂട്ടക്കാർ മുഴുവൻ ദാക്കിറെ കൽബികളാണ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് കൽബ് മുനവറാക്കപ്പെട്ടവരാണ്. അതിന്റെ പേരിൽ തന്നെയാണ് അവർക്ക് ദുനിയാവിനോട് ഇഷ്ടമില്ലാതിരുന്നത്. ആ കൂട്ടത്തിലേക്ക് അവസാനം വന്ന സഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവസാനത്തെ സഹാബിയാണ്. ഒരു 4 വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് സമ്പർക്കം ഉണ്ടായത്. ആ സഹാബി ഒരുപാട് ഹഖീഖത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രബലമായ ഹദീസാണ് എന്ത്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഇൽമു പഠിച്ചിട്ടുണ്ട്, അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് വിളമ്പിയിട്ടുണ്ട്, മറ്റേത് വിളമ്പിയാൽ നിങ്ങളെന്റെ കഴുത്തറക്കും എന്ന് പറയാൻ കാരണം അദ്ദേഹം പഠിച്ച ഇൽമ് വിളമ്പിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷെ അദ്ദേഹം വിളമ്പൂലാന്നോ ഇനി ഉമ്മത്തിൽ മറ്റൊരു കിട്ടൂല എന്ന് അർത്ഥമില്ലല്ലോ. അത്തരം കിട്ടിയ ആളുകളാ ആ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും, ആ അഹ്ലു സുഫയിലിരിക്കുന്ന ഓരോരുത്തരും ഇത്തരത്തിലുള്ള മഹാന്മാരാണ്. അതിൽ അവസാനം വന്ന ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്കിൽ മറ്റുള്ളവരുടെ മക്കാം എന്തായിരിക്കും, അവരവസ്ഥ എന്തായിരിക്കും? എന്നാൽ അവരാരും എന്ത് ചെയ്തിട്ടില്ല? രംഗത്തിറങ്ങി വന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളെ വശീകരിച്ച് കൊണ്ടുപോയി ഈ ഇൽമു പഠിപ്പിക്കാൻ നിന്നിട്ടില്ല. കാരണം ഈ ഇൽമു പോവേണ്ട വഴി പുസ്തകങ്ങളിലൂടെ അല്ല, റിപ്പോർട്ടുകളിലൂടെ അല്ല, അത് നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വിഷയമാണ്. ഒരു ഹൃദയത്തിൽ നിന്നും കൽബിൽ നിന്നും മറ്റു കൽബിലേക്ക് പോകേണ്ട വിഷയം. അതെന്തായാലും നടക്കും, അത് അതിന്റെ വഴിക്ക് പോയിക്കൊള്ളും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലും ഖുർആൻ ക്രോഡീകരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഹദീസ് ഇതൊന്നും കൽപ്പിച്ചിട്ടില്ല. കാരണം അതതിന്റെ വഴിക്ക് അള്ളാഹു തീരുമാനപ്രകാരം എന്തൊക്കെയാണ് അതങ്ങനെ നടക്കും. അതിന്റെ പേരിൽ റസൂലിന് ഭയം ഉണ്ടായിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ഇൽമ് കിട്ടാത്തവർക്ക് ഭയം ഉണ്ടാവും. കാരണം അവർക്ക് ആത്മീയത അറിയില്ലല്ലോ, ആത്മീയമായ ഇൽമ് കിട്ടാത്ത വഴി അറിയില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? ബാഹ്യമായ ഇൽമിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും.
അത്തരക്കാരും അനുയായികളും ബാഹ്യമായില്ലാണ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്, ആത്മീയത ഒഴിവാക്കി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്ന ഉലമാഉ മിൻ സുദ്രി എന്നാണ്, ഉലമാക്കള് എന്റെ നെഞ്ചിൽ നിന്നുള്ളവരാന്നുള്ളത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞ്, നിങ്ങൾ ഇത്തക്കു ആലിമുൽ ജാഹിലിയങ്ങളെ ആലിമ്യങ്ങളെ സൂക്ഷിക്കണം എന്നുള്ളത്. ഒരേ സമയം ആലിമ്യങ്ങളും ജാഹിലിയങ്ങളും എങ്ങനെ ആയിത്തീരാന്നുള്ളത് ചോദിച്ചു സഹാബത്ത്. അങ്ങനെ ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം അവരെ നാവ് ആലിമായിരിക്കും, കൽബ് എന്തായിരിക്കും, ജാഹിലായിരിക്കും, അഥവാ ഇരുളടഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് സഹാബത്ത് വീണ്ടും ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പല ഹദീസിലായിട്ടാണ് കാണുന്നത്, ഒരുമിച്ചാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. ആ സഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹി അങ്ങനെ ആവുകയാണെങ്കിൽ കൽബ് ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ശുദ്ധിയാക്കാന്, അത് കത്തിക്കാന്, അത് മുനവറാക്കാന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ വസ്തുവിനും അതിനെ കഴുകി ശുദ്ധിയാക്കുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കും. കൽബിനെ ശുദ്ധിയാക്കുന്നത് ദിക്റാണെന്ന് പറഞ്ഞെടുത്ത്. ഇത് കേട്ട സഹാബത്തിന് കാര്യം മനസ്സിലായി, അവര് ദിക്ർ ചെയ്തുകൊണ്ട് കൽബിനെ മുനവറാക്കി. എന്നാ ഇത് കേട്ട ആധുനിക പണ്ഡിതന്മാർക്ക് ഇത് മനസ്സിലായില്ല. അവരെന്ത് ചെയ്ത് ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിച്ച് ദിക്ർ എല്ലാം തുടങ്ങി. നാവ് കൊണ്ട് 1000, 10,000, ലക്ഷമൊക്കെ ദിക്ർ എല്ലാം തുടങ്ങി. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് മുന്നേ ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ വിഷയം. കൽബ് ശുദ്ധിയാക്കണമെങ്കിൽ ദിക്ർ അവിടെ നടക്കണം, കൽബിൽ നടക്കണം. കാരണം കൽബിലാണ് ദിക്ർ നടക്കേണ്ടത്. അതല്ല കൽബ് ശുദ്ധിയാക്കാൻ നാവ് നടത്തിയിട്ട് കാര്യമില്ല. ഇത്ര വലിയ മണ്ടത്തരാണത്. കാലിൽ ചളിയായി കഴിഞ്ഞാൽ കൈ ആരെങ്കിലും കഴുകോ? കയ്യിൽ ചളിയായി കഴിഞ്ഞാൽ മുഖം കഴുകോ? എവിടെയാണോ അശുദ്ധി ഉള്ളത് അവിടെ കഴുകണം. അതേപോലെ ഈ ഹദീസിൽ വ്യക്തമായി പറയുന്നത് എന്താണ്? ഈ നിങ്ങൾ കൽബ് ശുദ്ധിയാക്കേണ്ട വിഷയം ചോദിച്ചപ്പോഴാണ് അത് ഉത്തരം പറഞ്ഞത്. ഇപ്പൊ കൽബിൽ ദിക്ർ ചെയ്യാനാണ് പറഞ്ഞത്. ആ ദിക്ർ ചെയ്തവർക്ക് എന്ത് കൽബിൽ മാറ്റം സംഭവിക്കും, അവരെ അശുദ്ധിയൊക്കെ നീങ്ങിപ്പോവും, അതൊക്കെ അനുഭവപ്പെടും. അതല്ല കൽബ് ശുദ്ധിയാവുന്നില്ല, ഇതൊന്നും അനുഭവപ്പെടൂല. അവരെന്നും അതേപോലെ തന്നെ നിലനിൽക്കും, സ്വയം താല്പര്യങ്ങളായിട്ടും അതേപോലെ തന്നെ ഫക്കീറന്മാരായിട്ടും സൂഫിയാക്കളായിട്ടും തെറ്റിദ്ധരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം എന്താണ്? ഇതിലേക്കുള്ള ഷോർട്ട് കട്ട് നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു ഹദീസാണത്. നിങ്ങളെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് ശുദ്ധിയായി കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം ശുദ്ധിയായി, അത് മോശമായി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം മോശമായി. അതാണ് കൽബ് എന്നുള്ളത്. അതും ഈ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. ഇപ്പൊ ഷോർട്ട് കട്ടാണ്. എന്ത്? നിങ്ങൾ കൽബ് ശുദ്ധിയാക്കിക്കോ, എന്നാ മൊത്തം ഓട്ടോമാറ്റിക് ശുദ്ധിയോ എന്നാ പറഞ്ഞത്. അത് ഷോർട്ട് കട്ടാണല്ലോ, അത് സുന്നത്തുമാണല്ലോ റസൂലുള്ളാഹിന്റെ. ആ സുന്നത്ത് കൊണ്ട് എന്തുകൊണ്ട് ഒഴിവാക്കുന്നത്? എന്നാൽ മറ്റുള്ള സുന്നത്തൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ടുള്ള സുന്നത്ത് എടുക്കുന്നുണ്ട്, കാല് കൊണ്ട് എടുക്കുന്നുണ്ട്, നാവ് കൊണ്ട് എടുക്കുന്നുണ്ട്, കണ്ണ് കൊണ്ട് എടുക്കുന്നുണ്ട്, ഒക്കെ എടുക്കുന്നുണ്ട്. കൽബ് കൊണ്ടുള്ള എടുക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞ നേരെ തിരിച്ചാണ്. ആദ്യം കൽബ് കൊണ്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ കൽബ് കൊണ്ട് എടുക്കാതെ മറ്റുള്ള രീതിയിൽ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, കൽബിലേക്ക് എത്തൂലത്. എന്നാൽ കൽബിലേക്ക് എത്തിയ സാധനം മറ്റുള്ളവർക്ക് എത്തും ചെയ്യും. അത് ഫിസിക്കലായിട്ട് അങ്ങനെ തന്നെ അല്ലേ? കൽബിൽ നിന്നാണല്ലോ അതിലോടത്ത് രക്തം പോകുന്നത്. മനുഷ്യന്റെ നാനാകോശങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നത് കൽബിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ ആത്മീയത അങ്ങനെ തന്നെയാണ്. ഇത് വളരെ സ്പഷ്ടമാണ് ഹദീസ്. പക്ഷെ ഈ ഹദീസിന്റെ ഉള്ളിലുള്ള ഹഖീഖത്ത് മാഞ്ഞുപോയി. കാരണം കൽബിൽ ദിക്ർ ചെല്ലുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ അറിയുന്ന ആളുകൾ തന്നെ അതിന്റെ ഹഖീഖത്ത് അറിയില്ല, അതിന്റെ വഴി അറിയില്ല. ഇപ്പൊ കൽബ് ഒരാൾക്ക് മുനവ്വറായിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യം ക്ലിയറായി. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.